പാലക്കാട് വാണിയംകുളത്ത് നിന്ന് കാണാതായ മൂന്നംഗ കുടുംബം സഞ്ചരിച്ച വാഹനം കണ്ടെത്തി. മലപ്പുറം വഴിക്കടവ് ചുരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് വാഹനം കണ്ടെത്തിയത്. വ്യാഴാഴ്ച മുതലാണ് കുടുംബത്തെ കാണാതായത്. വാണിയംകുളം കൃഷ്ണകൃപ വീട്ടിൽ ബാബു ഭാസ്കർ, ഭാര്യ രമാദേവി, മകൻ വിഷ്ണു എന്നിവരെയാണ് കാണാതായത്. സംഭവത്തിൽ പോലീസിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് വ്യാപക തെരച്ചിൽ തുടരുന്നതിനിടെയാണ് വാഹനം കണ്ടെത്തിയത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, ഈ മൂന്നംഗ കുടുംബത്തെ കാണാതായതിന് പിന്നിൽ വലിയ ദുരൂഹത അവശേഷിക്കുകയാണ്. എന്താണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ? നിലിമ, വ്യാഴാഴ്ച മുതലാണ് പാലക്കാട് വാണിയംകുളത്തെ കൃഷ്ണകൃപ വീട്ടിൽ ബാബു ഭാസ്കർ, ഭാര്യ രമാദേവി, മകൻ വിഷ്ണു എന്നിവരെ കാണാതായത്. ഈ സംഭവത്തിൽ കഴിഞ്ഞ ദിവസം ബന്ധുക്കൾ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. പിന്നാലെ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിനിടെയാണ് ഈ മൂന്നംഗ സംഘം സഞ്ചരിച്ച വാഹനം കണ്ടെത്തിയിരിക്കുന്നത്. മലപ്പുറം വഴിക്കടവ് ചുരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ഈ വാഹനം കണ്ടെത്തിയിരിക്കുന്നത്. സംഭവത്തിൽ വഴിക്കടവ് പോലീസിന്റെയും ഷൊർണൂർ പോലീസിന്റെയും നേതൃത്വത്തിൽ പ്രദേശത്ത് വ്യാപക തിരച്ചിൽ നടത്തി. ബന്ധുവീട്ടിലെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോവുകയാണെന്ന് അയൽവാസികളോട് പറഞ്ഞാൽ ഇവർ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് എന്നുള്ളതാണ് നാട്ടുകാരും മറ്റും പറയുന്നത്. എന്തായാലും എന്താണ് ഇവർ എങ്ങോട്ടാണ് പോയിരിക്കുന്നത്, എന്താണ് ഇവരുടെ ഉദ്ദേശം എന്നുള്ള കാര്യങ്ങളൊന്നും ഒരു അവ്യക്തമായി തുടരുകയാണ്. കാരണം ഇവരുടെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ്. ഈ മൊബൈൽ ഫോണിന്റെ ലൊക്കേഷൻ കാണിച്ചതായി ആവട്ടെ ഏറ്റവും ഒടുവിൽ കാണിച്ചിരിക്കുന്നത് ഇവരുടെ വീട് നിൽക്കുന്ന ഈ വാണിയംകുളം പനയൂർ പ്രദേശം തന്നെയാണ്. ഏതായാലും അത്തരത്തിൽ ഈ വീട് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നേരത്തെ നടത്തിയിരുന്നു. പിന്നീട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഈ പിക്കപ്പ് വാഹനത്തിൽ പോകുന്നതായിട്ടുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അവർ സഞ്ചരിച്ച വാഹനം ഏതായാലും മലപ്പുറം വഴിക്കടവ് ചുരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ശരി അരുൺ.